ഹലോ, ഗുഡ് മോർണിംഗ്. ഞാൻ കുറേ നാളുകളായിട്ട് ഇങ്ങനെ സ്പീച്ച് തെറപ്പിയുടെ വീഡിയോസൊന്നും ഇപ്പോൾ ചെയ്യാറില്ല. എന്നാൽ സ്പീച്ച് തെറപ്പിയൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷേ വീഡിയോ ഇടാനൊന്നും എനിക്ക് ടൈം കിട്ടാറില്ല. ഇപ്പം എൻ്റെ ഞാനൊരു ചെറിയ ക്ലിനിക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ അത്യാവശ്യം പേഷ്യൻസ് ഉള്ളതുകൊണ്ടും പിന്നെ ഞാൻ വേറൊരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നത് കൊണ്ടും ഒക്കെ തന്നെ വലിയ ബിസിയാണ്. അതുകൊണ്ടാണ് ഞാനങ്ങനെ വീഡിയോസൊന്നും ഇടാത്തത്. പിന്നെ എൻ്റെ വീഡിയോസ് അത്ര വലിയ റീച്ചൊന്നുമില്ല, അതാണ് ശരിക്കും എന്നെ ഡിസപ്പോയിൻറ്റഡ് ആക്കുന്നത്. അതുകൊണ്ട് പിന്നെ എനിക്ക് വലിയ വിഷമമൊന്നുമില്ല, എങ്കിൽ പോലും ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയിലാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആ ഇമ്പ്രൂവ്മെൻറ്റ്സ് മാത്രമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ. അല്ലാതെ ഇപ്പോൾ വീഡിയോസ് ഞാൻ വിചാരിക്കുന്നത് ഒരാൾക്കെങ്കിലും ഈ വീഡിയോ കൊണ്ട് പ്രയോജനമായാലോ എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോസൊക്കെ ഇടുന്നത്. ഇപ്പോൾ കുറേ നാളായിട്ട് ഞാൻ വീഡിയോസ് ഇടാത്തത് കൊണ്ട് തന്നെ അതിൽ വാച്ച് അവറും വ്യൂസൊക്കെ വളരെയധികം കുറഞ്ഞിരിക്കുകയാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഒന്നുകൂടി എൻ്റെ ഈ ചാനലിനെ ആക്റ്റീവ് ആക്കാമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ വീഡിയോസ് ഇടുന്നത്. അതുപോലെ തന്നെ അതുമാത്രമല്ല കേട്ടോ, ഞാൻ ഏറ്റവും കൂടുതൽ ഞാൻ ഇതിൽ ഞാനൊരു ചാനൽ തുടങ്ങാൻ കാരണം തന്നെ മെയിൻലി ഇത് കുട്ടികൾക്ക് പ്രയോജനപ്പെടാൻ പാരൻസിനെ അവെയറാക്കാനും വേണ്ടി മാത്രമാണ്. ഇപ്പോഴും എത്രയൊക്കെ അവയർനെസ് നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ടും ഇപ്പോഴും പാരൻസിന് സ്പീച്ച് തെറപ്പിയിലെ ഇമ്പ്രൂവ്മെൻറ്റ്സിനെ പറ്റി സ്പീച്ച് തെറപ്പിയെ പറ്റിയിട്ടുള്ളൊരു വലിയ അവയർനെസ് ശരിക്കും ഇല്ല എന്നുള്ളത് വളരെ വേദനാജനകമായൊരു കാര്യമാണ്. ഞാൻ പലപ്പോഴും കണ്ടിന്യൂസായി സ്പീച്ച് തെറപ്പിയെ പറ്റിയിട്ട് ഇതിൽ കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും ആരും കണ്ടിന്യൂസായി തെറപ്പിയിൽ വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. ഞാൻ പല വീഡിയോയിലും പറഞ്ഞ പോലെ തന്നെ ഇപ്പോഴും പറയുകയാണ്, നമ്മൾ സ്പീച്ച് എന്ന് പറയുന്നത് നമ്മൾ ചുറ്റുപാടിൽ നിന്ന് അക്വയർ ചെയ്യുന്നതാണ്, അതായത് നേടിയെടുക്കുന്നതാണ്. അപ്പോൾ സ്പീച്ച് നമുക്ക് ഏത് സമയത്തും നമുക്ക് അത് വരുത്താനായിട്ട് പറ്റും. എന്നാലും പല പാരൻസും എന്നോട് വന്ന് ചോദിക്കും, എൻ്റെ കുഞ്ഞിൻ്റെ സ്പീച്ച് ശരിയാവുമോ? അതായത് ഇപ്പം CP ഒക്കെയുള്ള കുട്ടികൾ, അപ്പോൾ ഹെഡ് കൺട്രോൾ പോലും വന്നിട്ടുണ്ടാവില്ല. ചിലപ്പോൾ 4 വയസ്സ് 5 വയസ്സ് ആ ഏജൊക്കെയുള്ള കുട്ടികളുടെ പാരൻസ് ആയിരിക്കും ചോദിക്കുന്നത്, ഇത് സംസാരിക്കുമോ, ഈ കുഞ്ഞ് സംസാരിക്കാൻ സാധ്യതയുണ്ടോ എന്നൊക്കെ. അത് 100% ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെയുള്ള CP കുട്ടികൾക്ക് സംസാരിക്കാനൊന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല. അതിന് സ്പീച്ച് തെറപ്പിയിലൂടെ മാത്രമേ സംസാരിപ്പിക്കാൻ പറ്റുള്ളൂ. വെറുതെ നമ്മൾ വീട്ടിലിരുന്ന് ഇങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടൊന്നും കാര്യമില്ല. അതിന് സ്പീച്ച് തെറപ്പിസ്റ്റിന് മാത്രമേ അതിനുള്ള കുറേ ടെക്നിക്സുകളും എക്സസൈസുകളൊക്കെ സ്പീച്ച് തെറപ്പിസ്റ്റിന് മാത്രം അറിയുള്ളൂ. അപ്പോൾ അത് വീട്ടിലിരുന്ന് ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ വീട്ടിലിരുന്ന് ചെയ്യിപ്പിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. പിന്നെ ചില ആളുകൾ പറയും, നമ്മൾ ഇപ്പോൾ ഡെയിലി ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ വലിയ എമൗണ്ട് ചിലവാവില്ലേ? നമ്മൾ ലക്ഷക്കണക്കിന് പൈസയൊന്നും വേണ്ട ഒരു സ്പീച്ച് തെറപ്പി, ഒരു കുഞ്ഞിൻ്റെ സ്പീച്ച് കംപ്ലീറ്റ് ആവാൻ വേണ്ടി ഒരിക്കലും ലക്ഷക്കണക്കിന് ക്യാഷൊന്നും വേണ്ട. നമുക്കിഷ്ടമുള്ള ഡ്രസ്സുകൾ നമ്മൾ വലിയ വിലകൾക്ക് 8,000, 9,000, 10,000 റുപ്പീസ് വരെയുള്ള വിലയുള്ള ഡ്രസ്സുകൾ നമ്മൾ വാങ്ങുന്നു. അതുപോലെ 20,000 എബോവ് 20,000 റുപ്പീസിനുള്ള വാച്ചുകൾ നമ്മൾ പർച്ചേസ് ചെയ്യുന്നു. അതുപോലെ ഇന്ന് നമുക്കറിയാം, 1 പവൻ സ്വർണ്ണത്തിന് എൻ്റെ വില എന്ന് പറയുന്നത് 55,000 കൂടുതലാണ്. അതായത് 55,000, മോർ ദാൻ 55,000 ആണ്. അത്രയൊക്കെ നിങ്ങൾക്ക് ഒരു പർച്ചേസിൽ അത്രയും രൂപ സ്പെൻഡ് ചെയ്യാമെങ്കിൽ എന്തുകൊണ്ട് ഒരു കുഞ്ഞിന് ഒരു 300 റുപ്പീസ് അല്ലെങ്കിൽ 350 റുപ്പീസ് ഒരു സെഷന് സ്പീച്ച് തെറപ്പിക്ക് നിങ്ങൾക്ക് എന്തുകൊണ്ട് ചിലവാക്കിക്കൂടാ? അതിലൂടെ നിങ്ങൾക്ക് കിട്ടുന്ന ആ സ്പീച്ച് തെറപ്പിയിലൂടെ നിങ്ങളുടെ കുട്ടികൾക്ക് കിട്ടുന്ന അറിവും അതുപോലെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു കൗൺസിലിംഗ് ഒക്കെ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നിങ്ങൾ ചിന്തിക്കാറുണ്ടോ? എൻ്റെ സ്പീച്ച് തെറപ്പിയിൽ ഞാൻ ഒരു സെഷന് ഒരു 45 മിനിറ്റ്സാണ് എടുക്കാറ്. പക്ഷേ ആ 45 മിനിറ്റ്സ് ചിലപ്പം അടുത്ത പേഷ്യൻ്റ് വന്നില്ലെങ്കിലോ, അല്ലെങ്കിൽ അടുത്ത പേഷ്യൻ്റ് ചിലപ്പോൾ ലീവാണെങ്കിലോ, അങ്ങനൊരു അല്ലെങ്കിൽ ആ പേഷ്യൻ്റ് ആ ടൈം അടുത്ത പേഷ്യൻ്റെ സമയം ഞാൻ വേക്കൻ്റായി കിടക്കുകയാണെങ്കിൽ ഈ പേഷ്യൻറ്റിനെ തന്നെ ഞാൻ ശരിക്കും 1 മണിക്കൂർ വരെ സ്പീച്ച് തെറപ്പി എടുക്കാറുണ്ട്. ഞാൻ അവരുടെ കയ്യിൽ നിന്ന് എക്സ്ട്രാ പേയ്മെൻറ്റോ ഒന്നും വാങ്ങാറില്ല. എനിക്ക് വേണമെങ്കിൽ 40 മിനിറ്റ് കഴിഞ്ഞ് എനിക്ക് അവരെ തിരിച്ചു വിടാം. പക്ഷേ ഞാൻ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഞാൻ അവരെ മാക്സിമം ഞാൻ സ്പീച്ച് തെറപ്പി എടുക്കാറുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ കുട്ടിക്ക് അത്രയും ബെനിഫിറ്റ് ഉണ്ടായിക്കോട്ടെ എന്ന് കരുതിയാണ് ഞാനത് ചെയ്യുന്നത്. ഞാൻ ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്ത ആ സമയങ്ങളിൽ എനിക്ക് 1 പേഷ്യൻ്റ് അല്ലെങ്കിൽ 2 പേഷ്യൻ്റൊക്കെ ഉണ്ടായിരുന്നത്.
ആ ഒരു കുട്ടിയാണ് എനിക്ക് വരുന്നതെങ്കിൽ ഞാനത് 1.5 മണിക്കൂർ ഏകദേശം 2 മണിക്കൂർ വരെ എൻ്റെ പേഷ്യൻസിനറിയാം, എൻ്റെ പേഷ്യൻസിൻ്റെ പാരൻസിനറിയാം ഞാൻ 2 മണിക്കൂർ വരെ സ്പീച്ച് തെറപ്പി എടുത്ത ദിവസങ്ങൾ വരെ ഉണ്ട്. എന്നാലും അവരുടെ കയ്യിൽ ഞാൻ 45 മിനിറ്റ്സിന് എത്രയാണോ ഞാൻ ചാർജ് ചെയ്യുന്നത് അത്ര മാത്രമേ ഞാൻ വാങ്ങുന്നുള്ളൂ. ഞാൻ ഒരിക്കലും മണി ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു വ്യക്തിയല്ല. അതുകൊണ്ട് തന്നെയാണ് എനിക്കിങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുന്നത്. ഞാൻ ഒരിക്കലും ഒരു പാരൻറ്റിനോടും കുറേ തെറപ്പി മെറ്റീരിയൽസ് കൊണ്ടുവരാനോ അല്ലെങ്കിൽ കുറേ കളർ പെൻസിലുകൾ കുറേ അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ചോദിക്കാറില്ല. ഞാൻ വാങ്ങാൻ പറയാറില്ല. ഒരു ബുക്ക്, ഒരു പെൻസിൽ അല്ലെങ്കിൽ ഒരു നോട്ട്ബുക്ക് മാത്രമാണ്, ഒരു ലൈൻ ഇല്ലാത്ത നോട്ട്ബുക്ക് മാത്രമാണ് ഞാൻ സ്പീച്ച് തെറപ്പി സെഷനിൽ കുട്ടികളോട് കൊണ്ടുവരാൻ പറയാറ്. ഞാനെപ്പോഴും ആ നോട്ട്ബുക്കിൽ തന്നെ ഞാൻ തന്നെ പിക്ചേഴ്സ് വരച്ച്, അങ്ങനെയാണ് സെൻറ്റൻസ് ലെവൽ ആയാലും സ്റ്റോറീസ് ആയാൽ പോലും ഞാൻ തന്നെ പിക്ചേഴ്സ് വരച്ച് അവരെ മനസ്സിലാക്കി കൊടുത്താണ് ഞാൻ പഠിപ്പിക്കാറ്. ഇതിലൂടെ കുട്ടികൾക്ക് തന്നെ സ്വയം പടം വരയ്ക്കാനുള്ള കഴിവും കളർ ചെയ്യാനുള്ള കഴിവൊക്കെ ഉണ്ടാക്കി അവർ തന്നെ വീട്ടിൽ പോയിട്ട് ഞാൻ വരച്ചതുപോലെ വരയ്ക്കുകയും കളർ ചെയ്യുകയൊക്കെ ചെയ്യാറുണ്ട് എന്നൊക്കെ പാരൻസ് പറയാറുണ്ട്. അതുപോലെ തന്നെ സ്പീച്ചിൽ ഞാൻ മെയിൻലി ഓറോമോട്ടർ എക്സസൈസസ് ആണ് ഞാൻ ചെയ്യാറുള്ളത്. അതിലൂടെ മാത്രമേ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ഞാനത് ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ വീട്ടിൽ ഇരുന്ന അമ്മമാർ അമ്മ പറയേ, പൂച്ച പറയേ, പട്ടി പറയേ, അങ്ങനെ ഓരോ വേർഡ്സ് പറയെന്ന് പറയും. പക്ഷേ കുഞ്ഞിന് പറയാനായിട്ടുള്ള പ്രോബ്ലം എന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കുകയും അതിനെ ആ മസിൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുകയും ചെയ്താൽ മാത്രമേ കുഞ്ഞുങ്ങൾ സംസാരിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള എക്സസൈസുകളാണ് ഞാൻ കൂടുതലും പ്രൊമോട്ട് ചെയ്യുന്നത്. ഒരു തെറപ്പിസ്റ്റിന് മാത്രമേ അറിയുള്ളൂ എന്താണ് സ്പീച്ച് തെറപ്പി എന്നും എങ്ങനെയാണ് ഒരു കുഞ്ഞിനെ സ്പീച്ച് തെറപ്പി എടുക്കേണ്ടതെന്നും ഒക്കെ സ്പീച്ച് തെറപ്പി മാത്രമേ അറിയുള്ളൂ. അപ്പം നമ്മളിപ്പം വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് ഇപ്പോൾ ചില ഫിസിയോതെറപ്പിസ്റ്റുകൾ സ്പീച്ച് തെറപ്പി ചെയ്യുന്നു എന്നുള്ളതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ എനിക്കറിയില്ല അതൊക്കെ എത്രമാത്രം പോസിബിളാണെന്ന് എനിക്കറിയില്ല. ഞാനത് ഒരു പേഷ്യൻ്റ് പറഞ്ഞതാട്ടോ, അല്ലാതെ ഞാനായിട്ട് പറയുന്നതല്ല. അപ്പം നമ്മളുടെ ജോലികൾ ചെയ്യാം. അപ്പം ഞാനൊരിക്കലും ഒരു സ്പീച്ച് തെറപ്പിസ്റ്റ് ഒരിക്കലും ഫിസിയോതെറപ്പി ചെയ്താൽ ശരിയാവില്ല. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പം നമ്മുടെ നമുക്ക് കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുക. നമുക്കിപ്പം എന്താണ് ചെയ്യാൻ പറ്റുന്നത്? എനിക്കിപ്പം LD പോലുള്ള കുട്ടികൾക്ക്, പഠനവൈകല്യമുള്ള കുട്ടികൾക്ക് എനിക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാം. ചില അമ്മമാർ തന്നെ പറയുന്നു ഞങ്ങൾ വീട്ടിൽ സ്പീച്ച് തെറപ്പി ചെയ്യുന്നുണ്ട് എന്നുള്ളതൊക്കെ. അപ്പം ചെറിയ അറിവുകൊണ്ട് അത് നല്ലതാണ്, ഞങ്ങൾ സ്പീച്ച് തെറപ്പി വീട്ടിൽ ചെയ്യണം. പക്ഷേ എത്രയൊക്കെയായാലും നമ്മളൊരു സ്കിൽഡ് ആയിട്ടുള്ള ഒരു തെറപ്പിസ്റ്റിൻ്റെ അടുത്ത് പോയി, അതായത് ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു തെറപ്പിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് തന്നെയാണ് നിങ്ങൾ സ്പീച്ച് തെറപ്പി ചെയ്യേണ്ടത്. പിന്നെ അതുപോലെ തന്നെ ഇപ്പം ഈ CP ഒക്കെയുള്ള കുട്ടികൾ ഇപ്പം നമ്മൾ മെയിൻലി അവർ ഒന്ന് നടക്കട്ടെ, തല ഉറയ്ക്കട്ടെ എന്നൊക്കെ നമ്മൾ പാരൻസ് വിചാരിക്കും. അത് ശരിയാണ്, അവരുടെ ആവശ്യങ്ങളിലേക്ക് എത്തട്ടെ എന്ന് വിചാരിക്കും. പക്ഷേ അപ്പോഴും എന്നിട്ട് നമ്മൾ സ്പീച്ച് തെറപ്പിക്ക് അത് പിന്നെ ശരിയാക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മാറ്റി വെക്കും. അപ്പോൾ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. സ്പീച്ച് തെറപ്പി ഒപ്പം തന്നെ ഫിസിയോതെറപ്പിയുടെ കൂടെ തന്നെ ഇപ്പോൾ ചില ഡോക്ടേഴ്സ് പറയും സ്പീച്ച് തെറപ്പി കുറച്ച് ലേറ്റായിട്ട് മതി, ഇപ്പോൾ ഫിസിയോതെറപ്പി മാത്രമായിട്ട് ചെയ്യ് എന്നുള്ളത്. പക്ഷേ ഇതൊക്കെ എന്നോട് പാരൻസ് വന്ന് പറയാറുള്ളതാണ്. അങ്ങനെ 2-3 വർഷം ഞങ്ങൾ ചെയ്തില്ല, ഇപ്പോഴാണ് സ്പീച്ച് തെറപ്പി, എന്നിട്ടൊരു 10 വയസ്സായിട്ടുണ്ടാവും. അപ്പോൾ പറയും ഞങ്ങളിപ്പോഴാണ് ഡോക്ടർ പറഞ്ഞത് ഇനി സ്പീച്ച് തെറപ്പി ചെയ്തോ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം, 10 വയസ്സിൽ നമുക്ക് എന്തൊക്കെയാണ് കുഞ്ഞിൻ്റെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് കംപ്ലീറ്റ് ആയി. പിന്നെ നമ്മൾ ഇപ്പോൾ ഈ ടങ്ങിൻ്റെയൊക്കെ മസിൽസ് ഒന്നും അതായത് വീക്കായിട്ട് കിടക്കുകയാണെങ്കിൽ അതൊക്കെ പിന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുമ്പോഴേക്കും പിന്നെ അത് ഇമ്പ്രൂവ്മെൻറ്റ് വളരെ സ്ലോ ആയിരിക്കും. അപ്പോൾ കുട്ടി സംസാരിക്കാൻ വളരെ സ്ലോ ആവും. അങ്ങനെ പാരൻസ് ഡിസപ്പോയിൻറ്റഡ് ആവും, പാരൻസ് സ്റ്റോപ്പ് ചെയ്യും സ്പീച്ച് തെറപ്പി. അതോടുകൂടി കുഞ്ഞിൻ്റെ ഫ്യൂച്ചർ എന്തായി നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. അപ്പോൾ എല്ലാം ഒരുമിച്ച് തന്നെ കൊണ്ടുപോവുക. നമുക്ക് ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഉണ്ടാവും, ശരിയാണ്, അത് നമ്മൾ എന്താ പറയുക, അതെനിക്ക് മനസ്സിലാവുന്നൊരു കാര്യമാണ്. അപ്പം ചില തെറപ്പിസ്റ്റ്, ഇപ്പം ഞാനൊക്കെ എന്ന് പറയുന്നത് അവരോട് ഞാൻ ചോദിക്കും നിങ്ങൾക്ക് എത്രയാണ് അടയ്ക്കാൻ പറ്റുക എന്നുള്ളത്. അതായത് ഇപ്പോൾ ഇത്ര രൂപയാണ് ഫീസ്, അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് അടയ്ക്കാൻ പറ്റുക എങ്കിൽ അതടയ്ക്ക് എന്ന് പറഞ്ഞിട്ട് വരെ ഞാൻ ചില പാരൻസിനോട് ഞാൻ അങ്ങനെ അവരുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. ഇതൊക്കെയല്ലേ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ.
ചില പാരൻസിനോട് നമ്മൾ ഒരു പ്രാവശ്യം 2 പ്രാവശ്യം പറയുമ്പോഴേക്കും അവർക്ക് കാര്യം വ്യക്തമാവും. ഒരു പാരൻറ്റിന് എൻ്റെ ഒരു കുഞ്ഞിന് ഒരു 6 ഇയേഴ്സ് ആയപ്പോഴാണ് കുഞ്ഞിന് കേൾവിക്കുറവുണ്ടെന്നറിയുന്നത്. അതായത് ഇവർ ഈ കുഞ്ഞിനെ പുറത്തേക്കൊന്നും കൊണ്ടുപോകില്ലായിരുന്നു. പിന്നെ അത് മാത്രമല്ല, കുഞ്ഞ് സ്കൂളിൽ സ്റ്റാർട്ട് ചെയ്തു സ്കൂളിലേക്ക്. അപ്പോൾ കുഞ്ഞിന് ഒരു മോഡറേറ്റ്ലി സിവിയർ ഹിയറിംഗ് ലോസ് ആയിരുന്നു. അതുവരെ ആരും കണ്ടുപിടിച്ചില്ല. കുറച്ച് കുഞ്ഞ് എന്തൊക്കെയോ സംസാരിക്കുന്നത് കേട്ടപ്പോൾ പിന്നെ കുഞ്ഞിനി സംസാരിച്ചോളും എന്ന് വിചാരിച്ചു. അവരങ്ങനെ കുറച്ച് നാളൊരു വേറെ തെറപ്പി സെൻറ്ററിൽ കൊണ്ടുപോയി. അവർക്ക് മനസ്സിലായില്ല കുട്ടിക്ക് കേൾവിക്കുറവുണ്ടെന്ന്. പിന്നീട് ഞാൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സമയത്തായിരുന്നു. അപ്പോൾ ആ കുഞ്ഞ് എൻ്റെ അടുത്തേക്ക് വന്നു. അപ്പോൾ ഞാൻ ആദ്യമേ ടെസ്റ്റ് ചെയ്തത് കേൾവിയായിരുന്നു. അപ്പോൾ കേൾവി ടെസ്റ്റ് ചെയ്തപ്പം ഞാൻ 2-3 ട്രയൽ കൊടുത്തിട്ടാണ് കേൾവി ടെസ്റ്റ് ചെയ്ത് കണ്ടീഷൻ ഓഡിയോമെട്രി ചെയ്തിട്ട്. അപ്പോൾ അത് ഫസ്റ്റ് ട്രയലിൽ എനിക്ക് ഒരു മോഡറേറ്റ്ലി സിവിയർ കിട്ടി. പിന്നെ ഞാൻ 1 വീക്ക് കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു. അപ്പോഴും ഈ സെയിം റിസൾട്ട് തന്നെയായിരുന്നു. പിന്നെ ഞാൻ നന്നായി കണ്ടീഷൻ ചെയ്യിപ്പിച്ചിട്ട് ശേഷമാണ് ഞാൻ ചെയ്തത്. 3ാമത്തെ പ്രാവശ്യം ഇത് തന്നെ കിട്ടി. പിന്നെ ഞാൻ ബെറ ചെയ്തപ്പോഴും ഈ റിസൾട്ട് തന്നെ. അപ്പോൾ പിന്നെ ഇനി സംശയിക്കാനില്ല. അപ്പോൾ പിന്നെ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ഹിയറിംഗ് എയ്ഡ് വെക്കണം എന്ന് പറഞ്ഞ് ഞാൻ തന്നെയാണ് ഹിയറിംഗ് എയ്ഡ് എന്ന് അവർക്ക് വെച്ച് കൊടുത്തത്. അപ്പോൾ ഹിയറിംഗ് എയ്ഡ് വെക്കണം എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് പിന്നെ ഒന്നും ചിന്തിക്കാനില്ല. അവർ മനസ്സിലാക്കി. അവർ പറഞ്ഞത് എന്താ വെച്ചാൽ, ഞങ്ങൾ ഇത്രയും നാൾ ഒരു തെറപ്പിസ്റ്റിൻ്റെ അടുത്ത് തന്നെ സ്പീച്ച് തെറപ്പി ചെയ്യിപ്പിച്ചു, പക്ഷേ അവർക്ക് ആർക്കും മനസ്സിലായില്ല മാഡം. ഇത് ഞാൻ പറഞ്ഞു, ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ നമ്മളുടെ അടുത്തുള്ളത് കൊണ്ടാണ്, ഓഡിയോളജിയും കൂടി ഉള്ളത് കൊണ്ടായിരുന്നു എനിക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ ഞാൻ പിന്നെ ആ ടെസ്റ്റുകളെല്ലാം ചെയ്തു. അങ്ങനെ അവർ പറയായിരുന്നു അവരുടെ കയ്യിൽ ക്യാഷില്ല, പക്ഷേ എൻ്റെ ഈ താലിമാല വിറ്റിട്ടാണെങ്കിൽ പോലും ഞാൻ ഹിയറിംഗ് എയ്ഡ് വാങ്ങും എന്ന് പറഞ്ഞ് അവർ അവിടുന്ന് പോയി. എന്നിട്ട് അതെല്ലാം ക്യാഷെല്ലാം അറേഞ്ച് ചെയ്ത് ഹിയറിംഗ് എയ്ഡ് ഫിറ്റ് ചെയ്യുകയും ഞാൻ തന്നെ സ്പീച്ച് തെറപ്പി കൊടുക്കുകയും ചെയ്തു. ഏകദേശം ഒരു എനിക്ക് തോന്നുന്നു ഒരു 8 മാസം കണ്ടിന്യൂസായി തെറപ്പി കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെ 8 മാസം അത് കഴിഞ്ഞ് കുഞ്ഞ് അത്യാവശ്യം സ്പീച്ചൊക്കെ ആയി. സെൻറ്റൻസ് ലെവലിലൊക്കെ സ്റ്റോറീസൊക്കെ നന്നായി പറയാൻ തുടങ്ങി. പിന്നെ അവനെ സ്കൂളിൽ ചേർത്തി. അതിന് മുന്നേ അവർ സ്കൂളിൽ ചേർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവനെ വീണ്ടും 1ാം ക്ലാസ്സിൽ അങ്ങനെ എന്തോ കൊണ്ട് ചേർത്തിയതിന് ശേഷം ഇപ്പോൾ അവൻ മിടുക്കനായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ അത്യാവശ്യം എല്ലാ സംസാരവും എല്ലാം നല്ല ക്ലാരിറ്റിയോടുകൂടി തന്നെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത്, ചിലപ്പോൾ നമ്മൾ മിസ്സായി പോകുമെങ്കിൽ പോലും എന്തോ ഒരു ഭാഗ്യം കൊണ്ട് അതെല്ലാം ശരിയായി വരുന്നുണ്ട്. ഒരു 6 വയസ്സ് എന്ന് പറഞ്ഞാൽ അത് ഒരുപാട് ലേറ്റ് ആവാത്തത് കൊണ്ടാണ് 6 വയസ്സിൽ കണ്ടുപിടിച്ചു. അത് മാത്രമല്ല, അവന് ഒരു പ്രൊഫൗണ്ട് ലോസോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല, സിവിയർ ലോസോ ഒന്നും ഉണ്ടായിരുന്നില്ലാത്തത് കൊണ്ടാണ്. അല്ലെങ്കിൽ അത്രയ്ക്ക് ലോസ് ഉണ്ടായിരുന്നെങ്കിൽ അത് നമ്മൾ സ്പീച്ച് തെറപ്പി കൊണ്ട് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവും, 100% ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവും. പക്ഷേ എങ്കിൽ പോലും നമ്മൾ ഒരുപാട് എഫേർട്ട് എടുക്കണമായിരുന്നു. പാരൻസ് ഒത്തിരി എഫേർട്ട് എടുക്കണമായിരുന്നു. സ്കൂളിൽ പ്രോപ്പർ സമയത്ത് നമുക്ക് അക്കാഡമിക് പെർഫോമൻസ് ഒന്നും അത്രയും ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവില്ല, ലേറ്റ് ആവും. നമുക്ക് സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് പഠിപ്പിച്ചതിന് ശേഷം അതേപോലെ തന്നെ റീഡിങ് ആൻഡ് റൈറ്റിങ്ങിലേക്ക് റീഡിങ് ആണ് പാടുണ്ടാവുക. റൈറ്റിംഗ് ഇപ്പോൾ അവർ കോപ്പി ചെയ്യാനൊന്നും അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷേ അതായത് റീഡിങ് പ്രശ്നമാവും, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരും. അപ്പം എല്ലാം ആ സമയത്ത് തന്നെ അത് കണ്ടുപിടിക്കുകയും അതിന് നന്നായി ഇൻ്റർവെൻഷൻ ചെയ്യാൻ കഴിഞ്ഞതുകൊണ്ട് ആ കുഞ്ഞിന് നല്ലൊരു ഇമ്പ്രൂവ്മെൻ്റ് ഇപ്പോൾ ഉണ്ടായി. ഇപ്പം എനിക്ക് അഭിമാനിക്കാവുന്ന ഒരുപാട് കാര്യങ്ങളെന്ന് പറയുന്നത്, എൻ്റെ കയ്യിലെത്തിയിട്ടുള്ള ഒരു കുഞ്ഞും സംസാരിക്കാതെ തിരിച്ചു പോയിട്ടില്ല. അവർ പ്രോപ്പറായിട്ട് സംസാരിച്ച്, ഇപ്പം ഞാനൊരു 2008 ഞാൻ പാസ് ഔട്ട് ആയിട്ടുള്ളത്. നിഷ് എന്ന് പറയുന്ന സ്ഥാപനത്തിൽ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ്, നിങ്ങൾക്കെല്ലാം അറിയായിരിക്കും, ട്രിവാൻഡ്രത്ത് നിന്ന്. അന്ന് മുതൽ തന്നെ അന്ന് ഞാൻ പഠിച്ചിറങ്ങിയിട്ട് ആകെ 3 ഇയേഴ്സാണ് കണ്ടിന്യൂസ് ആയിട്ട് സ്പീച്ച് തെറപ്പി ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ ഞാൻ വർക്ക് ചെയ്തത്. ഒരു ന്യൂറോ റിഹാബിലിറ്റേഷൻ സെൻറ്ററിലായിരുന്നു ഞാൻ വർക്ക് ചെയ്തത്. അത് കഴിഞ്ഞ് പിന്നെ സ്വന്തമായി ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ അൺഫോർച്യുനേറ്റ്ലി അത് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. പിന്നെ ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകുമായിരുന്നു. ഹോസ്പിറ്റലിൽ ഞാൻ ഹോസ്പിറ്റലിൽ എനിക്ക് നാഷണൽ ഹെൽത്ത് മിഷനിൽ ഞാൻ ഇപ്പോഴും ജോലി ചെയ്യുന്നത് തന്നെയാണ്. അപ്പം പിന്നെ ഞാൻ ഓഡിയോളജിസ്റ്റായിട്ട് സ്പീച്ച് തെറപ്പിസ്റ്റായിട്ട് ഞാൻ വന്നിട്ടില്ല. ഇപ്പം ഞാൻ വീണ്ടും ഒരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ആയി വന്നതിന് ശേഷം അവിടെ ഓഡിയോളജി ഉണ്ടെങ്കിൽ പോലും കരുതി എനിക്ക് വീട്ടിൽ, അതായത് എന്നെ കുറേ ആളുകൾ സമീപിക്കുകയാണ്. അതായത് പലയിടത്ത് പോയിട്ട് 8 മാസം 10 മാസമൊക്കെ പോയിട്ടും സംസാരം ഒന്നും ആയിട്ടില്ല, ഒരു വേർഡ് പോലും പറയുന്നില്ല എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് എത്തിയവരെയാണ് പിന്നെ ഞാൻ സ്പീച്ച് തെറപ്പി സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ അവർ തന്നെ അവരുടെ ഇഷ്ടം കൊണ്ടാണ്, അവരുടെ താല്പര്യപ്രകാരം മാത്രമാണ് ഞാൻ വീട്ടിലൊരു ക്ലിനിക്ക് തുടങ്ങുകയും ചെയ്തത്.
ഇപ്പം ഞാനിവിടെ വന്നിട്ട് ഞാനൊരു 1.5 വർഷമായെങ്കിൽ പോലും ഏകദേശം 2 കുട്ടികൾ നോർമലായിട്ട് അവർ, അതായത് നോർമൽ സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് ആയിട്ട് സ്കൂളിലേക്ക് പോകാനും ഒക്കെ അത് കഴിഞ്ഞു. അതൊന്നും എൻ്റെ ക്രെഡിറ്റ് അല്ല, ഞാൻ പഠിച്ചത് അവരിൽ അപ്ലൈ ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഇതൊന്നും എൻ്റെ ക്രെഡിറ്റ് അല്ല. അതുപോലെ ആ പാരൻസും ഞാൻ പറഞ്ഞിരുന്നു, അതായത് പാരൻസും നമ്മുടെ കുട്ടികളും തമ്മിലൊരു നല്ല ബോണ്ട്, അതായത് പാരൻസും സ്പീച്ച് തെറപ്പിസ്റ്റും തമ്മിലൊരു വലിയ ബോണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ, നല്ലൊരു ബോണ്ട് ഉണ്ടാവണം, എങ്കിൽ മാത്രമേ നമുക്ക് വിചാരിച്ച രീതിയിൽ കുഞ്ഞിന് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു വന്നിട്ടുള്ളത്, ഈ സ്പീച്ച് തെറപ്പി ഏത് വൈകല്യങ്ങളാവട്ടെ, എന്ത് തരം വൈകല്യങ്ങളായാലും സ്പീച്ച് തെറപ്പി കണ്ടിന്യൂസായി ചെയ്താൽ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും. അത് ഞാൻ തെളിയിച്ചിട്ടുള്ള കാര്യമാണ്. അതായത് ഞാൻ പാസ് ഔട്ടായ സമയത്ത് ഒരു കുട്ടിയെ സ്പീച്ച് തെറപ്പി ചെയ്തിട്ട്, അത് പ്രൊഫൗണ്ട് ഹിയറിംഗ് ലോസ് ഉള്ള കുട്ടിയാണ്. ഇന്നത്തെ കാലത്തെ പോലെ ഡിജിറ്റൽ ഹിയറിംഗ് എയ്ഡൊന്നും അന്നില്ലായിരുന്നു. അത് വെച്ച് ഞാൻ നോർമലി സ്പീച്ച് തെറപ്പി, അതായത് ലിപ്പ് റീഡിങ്ങും ഒക്കെ വെച്ച് ചെയ്തിട്ടാണ് അന്ന് ആ കുട്ടി പിന്നീട് 10ാം ക്ലാസ്, അതിന് പിന്നെ ഞാൻ 3 വർഷം ഞാൻ കണ്ടിന്യൂസ് സ്പീച്ച് തെറപ്പി ചെയ്തു. അതന്ന് സ്പീച്ച് ആയതിന് ശേഷം തന്നെയാണ് ഞാൻ പിന്നെ അവിടുന്ന് വേറെ സ്ഥലത്തേക്ക് ജോലി മാറിപ്പോകുന്നത്. പക്ഷേ ആ കുട്ടി പിന്നീട് എന്നെ കോണ്ടാക്ട് ചെയ്തിരുന്നു. അത് 10ാം ക്ലാസ്സിൽ ഫുൾ A+ ഉണ്ടെന്ന് പറഞ്ഞിട്ട്. ഇന്നത് ഡിഗ്രിക്ക് പഠിക്കുകയാണ്, ഡിഗ്രി 3rd ഇയർ പഠിക്കുകയാണ്. അതുപോലെ തന്നെ എൻ്റെ വീട്ടിൽ പണ്ട് ഇതുപോലെ ഞാൻ വീട്ടിലും ചെറുതായിട്ട് തെറപ്പിയൊക്കെ എടുക്കുമായിരുന്നു. അപ്പോൾ അന്ന് ഒട്ടും സംസാരിക്കാത്ത കുട്ടികളൊക്കെ തന്നെ ഞാൻ സംസാരിപ്പിച്ച് നോർമലാക്കി. അതിനുശേഷം പിന്നെ അവരെനിക്ക് കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നില്ല. പിന്നീട് അവർ എന്നെ കോണ്ടാക്റ്റ് ചെയ്യുകയും എങ്ങനെയൊക്കെയോ അവരെൻ്റെ നമ്പർ എടുത്ത് കോണ്ടാക്റ്റ് ചെയ്യുകയും അവരിപ്പം ഒരാൾ BCAക്ക് പഠിക്കുന്നു, ഒരാൾ എഞ്ചിനീയറിങ്ങിന് പഠിക്കുന്നു. അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം. അതായത് അന്ന് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിയത് കൊണ്ടാണ് ആ കുഞ്ഞുങ്ങൾ ഇന്ന് സാധാരണ കുട്ടികളുടെ പോലെ തന്നെ നല്ല സ്കൂളുകളിൽ പഠിക്കുകയും നല്ലൊരു ജോബിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നത്. അതൊക്കെ കേൾക്കുമ്പോൾ ഇതൊക്കെയാണ് ഞങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു ഗിഫ്റ്റ്. ആ കുട്ടികളിൽ നിന്ന്, അല്ലെങ്കിൽ അവർ പാരൻസിൽ നിന്നും ഞങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഇതാണ്. ഇതൊന്നും കുറച്ച് സംസാരിച്ചിരുന്ന കുട്ടികളൊന്നുമല്ല, ടോട്ടൽ മ്യൂട്ടായിട്ടുള്ള കുട്ടികളെ തന്നെയാണ് സ്പീച്ച് തെറപ്പി ചെയ്തിട്ട് ശരിയാക്കിയെടുത്തിട്ടുള്ളത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് തന്നെ, നിങ്ങൾ ആരും സ്പീച്ച് തെറപ്പി ചെയ്തിട്ട് എന്ത് പ്രയോജനമെന്ന് നിങ്ങളാരും ചിന്തിക്കരുത്. കുഞ്ഞുങ്ങളുടെ ഫ്യൂച്ചറാണ്. നാളെ നമ്മളാരും ഈ കുഞ്ഞുങ്ങളുടെ കൂടെ ഉണ്ടാവില്ല. അപ്പോൾ അവർക്ക് നമുക്ക് ചെയ്തു കൊടുക്കാവുന്ന കാര്യങ്ങളെല്ലാം പറ്റുന്നതൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുക. കുറേ ഡ്രസ്സ് വാങ്ങുകയോ അല്ലെങ്കിൽ കുറേ ഓർണമെൻറ്റ്സ് മേടിച്ചിട്ടോ അതൊന്നുമല്ല. കുട്ടികൾക്ക് ആദ്യം കൊടുക്കേണ്ട ശരിയായ രീതിയിലുള്ള സംസാരം, അതായത് അതിനുള്ള തെറപ്പി, അങ്ങനെയുള്ള ഏത് വൈകല്യമാണോ അതിനുള്ള തെറപ്പികൾ കൊടുക്കുക. അതുപോലെ നല്ല രീതിയിലുള്ള എഡ്യൂക്കേഷൻ കൊടുക്കുക. അവരെ ഒറ്റയ്ക്ക് ഇൻഡിപെൻഡൻ്റ് ആക്കുക എന്നുള്ളതാണ്. ഒറ്റയ്ക്ക് ജീവിക്കാനുള്ള പ്രാപ്തിയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ പാരൻസ് ആയിട്ടുള്ള നമ്മൾക്ക് ചെയ്യേണ്ട നമ്മളുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. പിന്നെ വൈകല്യമുള്ള കുട്ടികളെ പരമാവധി പുറത്തേക്കൊക്കെ കൊണ്ടുപോവുക. അവർക്ക് സോഷ്യലൈസേഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി തന്നെ മെയിൻലി നോർമൽ കുട്ടികളുടെ കൂടെ കളിക്കാനായിട്ട് വിടണം. അതുപോലെ തന്നെ മറ്റുള്ളവർ ഈ കുഞ്ഞിനെ കാണുമ്പോൾ എന്ത് പറയും എന്നതിനൊന്നും നിങ്ങൾ കൂടുതൽ ആൻസർ കൊടുക്കണ്ട. അതാണ് നമ്മളോട് ഓരോ ചോദ്യങ്ങൾ ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും നമ്മൾ ആൻസർ കൊടുക്കേണ്ടതില്ല. ആൻസർ കൊടുക്കുമ്പോഴാണ് പിന്നീട് അവർ അതുമായി ബന്ധപ്പെട്ട് പിന്നെ വേറെ ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അപ്പം ഒന്നുമില്ല എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ നമ്മളുടെ ഒരു കഴിവ് പോലെ നമ്മൾ അവിടുന്ന് മാറുകയോ വേറെ ഫോണിൽ എൻഗേജ്ഡ് എന്ന പോലെ നമ്മളൊന്ന് മാറി നിൽക്കുക, അങ്ങനെയൊക്കെ ചെയ്യാൻ നമുക്ക് പറ്റുമല്ലോ. അങ്ങനെയൊക്കെ ചെയ്താൽ മതി. ഒരിക്കലും ഈ കുട്ടികളുടെ മുന്നിൽ വെച്ചിട്ട് കുട്ടികളുടെ വൈകല്യത്തെ പറ്റി പറഞ്ഞ് മറ്റുള്ളവർക്ക് അതൊക്കെ ഒരു രസമായിരിക്കും. പക്ഷേ നമുക്കറിയാം, നമ്മുടെ കുഞ്ഞുങ്ങളെ ഇങ്ങനെ വൈകല്യമുള്ള കുട്ടികളുടെ കൂടെ ജീവിച്ചിട്ടുള്ള പാരൻസിനും അതുപോലുള്ള അവരുടെ സിബ്ലിങ്സിനൊക്കെ അറിയുള്ളൂ ഈ കുട്ടികളുടെ വേദനകളും ബുദ്ധിമുട്ടുകളൊക്കെ. അവർക്ക് മാത്രമേ മനസ്സിലാക്കുകയുള്ളൂ, അല്ലാതെ വേറെ ആർക്കും ഇതൊന്നും മനസ്സിലാകില്ല. സൊസൈറ്റി ഇത് നോക്കി പലതും ചിരിക്കുകയും ഒക്കെ ചെയ്യുന്നു വെച്ചാൽ, നമുക്ക് വരുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് വരുമ്പോൾ മാത്രമേ ഒരു ഡിസേബിലിറ്റിയുടെ ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലാവുള്ളൂ.